കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നലെ രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു മാസം പ്രാർത്ഥന ഉണ്ടാകുന്നെങ്കിൽ സെക്കൻഡ് സെഷനും നമുക്ക് സമയമായി ഒരുമിച്ച് കൂടുവാൻ കർത്താവ് നമുക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ പകലും രാത്രിയിലും ഒക്കെ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ കർത്താവ് കാണിച്ചു. പകരം ഈ സമയത്ത് നമ്മൾ സംസാരിച്ചു. എല്ലാം ഞാനും സ്വാഗതം ചെയ്ത് രാത്രിക്കാരെ കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പിതാക്കന്മാരുടെ താലാക്കന്മാരായ സഹോദര സഹോദരങ്ങൾക്കായി കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകം ഞാൻ ദൈവത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും വിശേഷാവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വിശേഷം ഇന്ന് രാത്രിക്കാലം നമ്മുടെ മറ്റൊരു കാര്യങ്ങളുടെ കർത്താവിന്റെ ദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്വാഗതം ചെയ്തു. രാത്രികളുടെ കുടുംബമായി നമ്മുടെ മൊത്തത്തിലായിരിക്കുന്ന കർത്താവിദാസിനെ ഒരുപാട് ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ട് കർത്താവിദാസിന്റെ പേര് രാകേഷ് ചെറിയാൻ എന്നാണ്. ആലുവ സ്വദേശിയാണ്. ഇപ്പോൾ നമ്മുടെ വിലങ്ങല്ലൂര് താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നു. അധികം നാളായിട്ടില്ല, ഒരു മാസത്തെ ആയിട്ടേ ഉള്ളൂ. ദാസിന് ഈ ദേശത്ത് വന്നിട്ട് ഇതിലാണ് നമ്മൾ മാനിക്കുന്നത്. സന്തോഷമുണ്ട്. ഈ മീറ്റിംഗിലേക്ക് കർത്താവിദാസിന്റെ കുടുംബമായി ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. തുടർന്ന സമയം വചന ശുശ്രൂഷക്കായി കർത്താവിദാസിനെ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 2023 വർഷത്തിൻ്റെ ഓഗസ്റ്റ് മാസം 5-ാം തീയതി ദൈവസന്നിധിയിൽ നമുക്കിങ്ങനെ ആയിരിക്കാൻ കർത്താവ് നമുക്ക് നൽകിയ കൃപയോർത്ത്, സൗഭാഗ്യത്തെ ഓർത്ത്, ബലത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇവിടെ ആയിരിക്കുന്ന കർത്താദാസൻ പോൾസൺ കുര്യോസ് പാസ്റ്റർ ഓർത്തും അതുപോലെ കർത്താദാസിക്കായി താൻ നൽകിയ മകൾക്കായി സ്തോത്രം ചെയ്യുന്ന കുടുംബമായി ഈ ദേശത്ത് പാർത്തുകൊണ്ട് കർത്താവിനെ വേല ചെയ്യുവാനും കർത്താവിൻ്റെ സഭയെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്താൽ നയിക്കുവാൻ കർത്താവ് അവരെ സഹായിച്ചുകൊണ്ടിരുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്നത്തെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ സ്തോത്രം ശനിയാഴ്ചയുടെ സന്ധ്യാസമയം കടന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങൾക്കും കുടുംബമായി ഇന്നത്തെ ഈ യോഗത്തിലായിരിക്കാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി സാവകാശം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം 5:30 മണിയായപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് പാസ്റ്ററെ പരിചയപ്പെട്ടത്. ഈ ദേശത്ത് ഞങ്ങൾ ആയിട്ട് 1.5 മാസം ആകുന്നു താമസമായിട്ട്. സ്തോത്രം. പാസ്റ്റർ ആദ്യമായിട്ടാണ് കാണുകയും പരിചയപ്പെടുകയും ചെയ്ത് വേറൊരു വിഷയത്തിൽ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അങ്ങനെ വന്നപ്പോഴാണ് സന്ധ്യാസമയത്ത് ഇന്ന് പ്രാർത്ഥന ഉണ്ടെന്ന് അറിയുകയും എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കൂടിക്കോട്ടെന്ന് ചോദിച്ചപ്പോൾ ദേവദാസൻ അത് വളരെ സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. കർത്താനാത്മാവിന്ന് പകൽ ഇന്ന് സന്ധ്യാസമയം നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തിട്ട് പ്രാർത്ഥനയിൽ സഹോദരന്മാരോ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പകൽ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു പകൽ ആരെങ്കിലും ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പച്ചൻ സ്തോത്രം പാസ്റ്റർ വർഗീസ് പാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ച സഹോദരന്മാരുടെ ക്ലിയർ അല്ലായിരുന്നു. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് ദേവദാസന് ഇന്ന് പകൽ നിങ്ങളോട് പങ്കുവെച്ച ദൈവത്തിന് ആത്മാവിൽ നിന്ന് പങ്കുവെച്ച ദൂത് സ്തോത്രം പത്രോസിനെ വിടുവിക്കുന്ന കാര്യമായിരുന്നോ? അപ്പോൾ കർത്താവിനാത്മാ നമ്മളെ സഹായിക്കട്ടെ. ദൈവാത്മാവിനെ പ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ദേവദാസൻ പറഞ്ഞ അതേ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസഭ 1-2 തവണ തന്നെ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സ്തോത്രം. അത് നിമിത്തം ചില കാര്യങ്ങൾ നടന്നു, അന്നും നടന്നു, ഇന്നും നടക്കുന്ന അങ്ങനെയാണ്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സഭയുടെ ശ്രദ്ധമേറിയ പ്രാർത്ഥന, 2 കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു വാക്യം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം. അതെൻ്റെ പ്രബോധന വിഷയമല്ല, എങ്കിലും ദൈവാത്മാ പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ഓർപ്പിച്ച ഒരു വചനമായതുകൊണ്ട് ഞാനത് പ്രാരംഭത്തിൽ വായിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം.
അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. പിശാചിനൊരു കാര്യം അറിയാം, അവന് അല്പകാലമേ ഉള്ളൂ. അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് പിശാച് എന്ത് ചെയ്യുന്നു? മഹാക്രോധത്തോടെ ദൈവസഭയ്ക്കെതിരായി, ദൈവദാസന്മാരും കുടുംബങ്ങൾക്കെതിരായി, തലമുറകൾക്കെതിരായി, ദൈവമക്കളുടെയും കുടുംബങ്ങൾക്കെതിരായി അവൻ പ്രവൃത്തി ആരംഭിച്ചു. അത് അവന് അല്പസമയമുള്ളെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്തു? അത് മഹാക്രോധത്തോടെ അവൻ്റെ പ്രവൃത്തി അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിസ്സാര ക്രോധമല്ല, മഹാക്രോധം. ആ ക്രോധത്തിൻ്റെ അളവ് എന്ന് ചോദിച്ചാൽ ഒരു ദൈവദാസനെയോ തൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ മക്കളെയോ ഒരു വിശ്വാസിയെ എന്നാൽ സഹോദരനെയോ സഹോദരിയോ അവരുടെ മക്കളെയോ കൊല്ലുവാൻ തക്കവണ്ണമുള്ള മഹാക്രോധമാണ് അവനുള്ളത്. സ്തോത്രം. അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പോൾ മണിപ്പൂരിൽ നടക്കും. നമ്മളൊക്കെ വീഡിയോ അത് നെറ്റിലുള്ളതുകൊണ്ട് ഇൻ്റർനെറ്റിലുള്ളതുകൊണ്ടും അതിൻ്റെ സൗകര്യം നമുക്ക് ഇന്നിപ്പോൾ മൊബൈലിൽ ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അതുകൊണ്ട് പലർക്കും ഒരു വികാരം, ദൈവമക്കൾക്ക് ഉൾപ്പെടെ ഒരു വികാരം വന്നു. സ്തോത്രം. പക്ഷേ ഇതൊക്കെ ഇറങ്ങുന്നതിന് മുമ്പേ ഈ സംഭവം സംഭവിച്ചിട്ടുണ്ട്. ആദ്യം നൂറ്റാണ്ടിൽ സംഭവിച്ചു. അന്ന് വീഡിയോ എടുക്കാനില്ല, നെറ്റില്ല, ഇത് പകർവാനൊന്നുമില്ല. പക്ഷേ ആത്മാവിൽ അവർ കണ്ടു. ആത്മാവിൽ അത് കണ്ട് പ്രാർത്ഥിച്ചു. ദൈവസഭ പ്രാർത്ഥിച്ചു. കർത്താവ് എല്ലാവരും വിടുവിച്ചില്ല. പലരും വിടുവിച്ചു, പലരും വിടുവിച്ചില്ല. പക്ഷെ ഒരു കാര്യം, ആ വാക്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന അവന് അല്പകാലം ഉള്ളൂ എന്ന് അവനറിഞ്ഞ് അവൻ ശക്തിയോടെ പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം പാടിയ ആ പാട്ടിൽ അല്ലെങ്കിൽ പൗലോസ് അല്ലെങ്കിൽ പാട്ടുകാരൻ പറയുകയാണ്, ഉന്നത വിളിക്കുകയാണ് നമ്മൾ യോഗ്യരാക്കിയത്. ഉന്നത വിധിയാൽ നമ്മൾ വിളിച്ചു, ഉന്നതമായ ശക്തിയാൽ നമ്മൾ നിറച്ചു. എന്തിനും നമുക്ക് സമയം ഇനി ഏറെ ഇല്ല. അവൻ്റെ വേല നാം തികയ്ക്കണം. നമ്മളെ ഏൽപ്പിച്ച വേല നാം തികയ്ക്കണം. സ്തോത്രം. അനേകം നേടാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ഒരു ആത്മാവെങ്കിലും അല്ല, അനേകരോട് നമുക്ക് സുവിശേഷം പറയാൻ സാധിക്കും. എല്ലാവരും വിശ്വസിക്കില്ല, പക്ഷെ പറയുവാൻ നമുക്കൊരു ദൗത്യം കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, അതേ സ്വന്തം ഞാൻ പോകുന്നു, പക്ഷേ ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഏൽപ്പിച്ച ദൗത്യമോ നിങ്ങൾ പോയി സുവിശേഷം അറിയിപ്പിൻ. ഇങ്ങോട്ട് വിളിച്ചു വരാനല്ല, അങ്ങോട്ട് പോയി അറിയിപ്പാൻ. അങ്ങനെ പോയി അറിയിച്ചുകൊണ്ടാണ് ഈ കേരളത്തിലും ഈ തൃശ്ശൂരും അല്ലെങ്കിൽ ഈ PG ഡാമിലും ദേവദാസന്മാർ വന്ന് നമ്മോട് സുവിശേഷം അറിയിച്ചത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവസംഘം നമ്മൾ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ 2023 വർഷം ഓഗസ്റ്റ് മാസം 5-ാം തീയതി സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളും മാസങ്ങളെല്ലാം കർത്താവ് നിങ്ങൾ ഉള്ളംകൈൽ വഹിച്ചല്ലോ. ഞങ്ങളെ വ്യക്തിപരമായും കുടുംബമായും സഭയായും ഞങ്ങൾ തലമുറകളെല്ലാം കർത്താവ് ഉള്ളംകൈൽ വഹിച്ചു. വൻകൃപയ്ക്കായി സ്തോത്രം. യഹോവ ഈരയായ, യഹോവ ശാലോമായി, യഹോവ നിസ്സിയായ ഒക്കെ കർത്താവ് ഓരോ സമയങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ട വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദുഷ്ടനായ പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസ പരിചയം എടുത്തുകൊണ്ട് നിൽപ്പാം ദൈവാത്മാ നിങ്ങളെ സഹായിച്ച വൻകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ ഓർപ്പിച്ച താവ് വചനത്തിനായി ശ്രദ്ധിക്കുന്ന ദുഷ്ടനായ പിശാച് അതേപോലെ ഇറങ്ങി വന്നിരിക്കുന്ന മഹാക്രോധത്തോടെ ഞങ്ങൾക്കെതിരായി പ്രവർത്തിക്കുവാൻ, ഞങ്ങളെ നശിപ്പിക്കുവാൻ അവന് അല്പസമയം ഉണ്ടെന്ന് മനസ്സിലാക്കി അവൻ പ്രവർത്തിക്കുമ്പോൾ അതേപോലെ മറുവശത്ത് സഭയായ ഞങ്ങൾ, അതേപോലെ അങ്ങനെ മക്കളായ ഞങ്ങൾ ഈ ദിവസങ്ങൾ അതാവ് എഴുന്നേറ്റ് നിന്ന് അതാവെ അങ്ങയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരായി തീരുവാൻ, പോരാളികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ആവശ്യമുള്ള ദൈവിക കൃപ, ദൈവിക ജ്ഞാനം, അതേപോലെ ആലോചന ഏറ്റെടുത്ത് പോവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ, അന്യഭാഷയിൽ സംസാരിക്കുന്ന, അന്യഭാഷയിൽ പോരാടുന്ന, അന്യഭാഷയിൽ ആരാധിക്കുന്ന, അന്യഭാഷയുടെ താവെ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങളുടെ യൗവനക്കാർക്ക്, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് നൽകണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 2-ാം സന്ധ്യാസമയം നിങ്ങൾ ആയിരിക്കുമ്പോൾ അത് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് താവെ കഴിഞ്ഞ ദിവസങ്ങളും അതേപോലെ ഇന്ന് പകലും ഞങ്ങൾ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അതിനുവേണ്ടി ഞങ്ങൾ ദാസന്മാരെ ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇന്ന് സന്ധ്യാസമയം അല്പസമയം ഇരിക്കുമ്പോൾ വീണ്ടും അങ്ങയുടെ ആത്മാവിനോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനമതാവ് ഞങ്ങൾക്ക് മാത്രമല്ല അതാ വരാൻ സാധിക്കാത്ത ഭവനങ്ങളായിരിക്കുന്നവർക്കായി അത് അനുഗ്രഹമായി തീരുവാൻ, അതേ മറ്റേ രോഗികൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ, വിടലായി തീരുവാൻ, ദൂരദേശങ്ങളിലുള്ള ദൈവമക്കൾക്ക് അനുഗ്രഹമായി തീരുവാൻ, പിതാവേ അങ്ങയുടെ വേലയുടെ ബന്ധത്തിൽ ഈ സഭയിൽ നിന്ന് കടന്നുപോയ കുടുംബങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ ജയമാക്കി തീർക്കണം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താവയാണ് ഇതിനെ സമർപ്പിക്കുന്ന പ്രാർത്ഥന സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവിന്റെ നമ്മളെ സഹായിക്കാൻ അനുഗ്രഹിക്കും ചെയ്യട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം അതിന് 1-ാം അധ്യായം ചില വാക്യങ്ങൾ വേഗത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്ന 2 കൊരിന്ത്യർ 1-ാം അധ്യായം 3-ാം വാക്യം പ്രാരംഭത്തിൽ.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ മതി സ്തോത്രം. മനസ്സറിവുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന പ്രൈസ്. നാം സേവിക്കുന്ന ദൈവം അവൻ എന്താണ്? മനസ്സറിവുള്ള പിതാവാണ്. അതുകൊണ്ടാണ് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ കാരണമായി തീരുന്നത്. പിതാവും മകനും തമ്മിൽ ബന്ധം അത് ആദാമിന് അറ്റുപോയി. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം പറയുന്ന ആദാം ദൈവത്തിൻ്റെ മകൻ. ഒരു മകൻ പിതാവ് മകൻ്റെ ഒരു ബന്ധമായ ദൈവം വീണ്ടും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം സ്ഥാപിക്കാൻ വേണ്ടി പിതാവാം ദൈവം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ വചനം പൗലോസ് പറയാണ്, അതേ മനസ്സറിവ് ഒരു പിതാവ്, ആ പിതാവിൻ്റെ സ്നേഹം അറിയും. അതുകൊണ്ടാണ് വീണ്ടും താൻ പറയാണ്, അബ്ബാ പിതാവിന് വിളിപ്പാനുള്ള പുത്രത്തിൻ്റെ ആത്മാവ്. അബ്ബാ പിതാവിന് വിളിപ്പാൻ, ദൈവത്തെ ഭയപ്പെടാൻ മാത്രമല്ല, ദൈവത്തോട് ഒരു പിതാവിന് പോലെ സ്നേഹിപ്പാൻ. ദൈവത്തിന് ആ പിതാവിനുള്ള ഒരു സ്നേഹം നമ്മുടെ ജീവിത മക്കളായ നമുക്ക് അത് അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. മോശ അത് പറയുമ്പോൾ വായിക്കാം. സ്വത്രം ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. ആവർത്തനം 1-ന്റെ 31-ാം വാക്യം. ആവർത്തനം 1-31. മോശ 40 ലക്ഷം ജനത്തോട് അതേ മുഖാമുഖമായി അവർ കണ്ട് അവരോട് അതേ ദൈവത്തിന് ആലോചന പറയുമ്പോൾ താൻ പറയാണ്, അവരെ ഓർപ്പിക്കുന്നു. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്ന പോലെ ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ എഴുതിയിരിക്കുന്ന ഒരു പിതാവ്. അത് തർജ്ജമ ചെയ്തപ്പോൾ മകനായി, ഒരു മനുഷ്യനായി. എങ്കിലും വലിയ വ്യത്യാസം. ഒരു മനുഷ്യനോ ഒരു പിതാവിൻ്റെ മകനെ വഹിക്കുന്നത് പോലെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വഹിക്കുന്ന പോലെയാണ് സർവശക്തനായ ദൈവം നമ്മളെ വഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നും കൂടെ പറയട്ടെ, ഒരു പിതാവ് തൻ്റെ മകൻ്റെ കൊച്ചു കുഞ്ഞിൻ്റെ കൈ പിടിച്ച് നടത്തുന്ന പോലെയാണ് സർവശക്തനായ ദൈവം നമ്മളെ നടത്തുന്നത്. ഒരു റോഡ് ക്രോസ്, ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കടക്കണമെങ്കിൽ, ആ റോഡ് മുറിച്ച് കടക്കണമെങ്കിൽ, ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു കുഞ്ഞ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടത്തില്ല. അവൻ്റെ കൈ പിടിച്ചാൽ കുഞ്ഞ് കുടഞ്ഞു കളയും. കുടയാന്നറിയില്ല, ഭാഷ കുറച്ച് അല്പം വ്യത്യാസമുണ്ട്. നിങ്ങൾ തൃശ്ശൂരുകാരൻ, ഞാൻ എറണാകുളം ആലുവക്കാരൻ. ആലുവയിൽ തന്നെ ചിലപ്പോൾ ഇത്തിരി മാത്രം എൻ്റെ ഭാഷ കുറച്ച് കുഴഞ്ഞ ഭാഷയാണ്. ഹിന്ദി ഇംഗ്ലീഷും എല്ലാം കൂടി ഒരു മിക്സ് ആയതുകൊണ്ട് ഭാഷ അത്രയും 40 വർഷമായി കേരളത്തിൽ താമസിക്കുന്നെങ്കിലും ഭാഷ അങ്ങോട്ട് ശരിയായില്ല. കാരണം മലയാളം അത്രയും താല്പര്യം ഇന്നുമില്ല. സ്വതന്ത്രം സൃഷ്ടിക്കാൻ വടക്കേണ്ടിയാണ് താല്പര്യം. പക്ഷേ കർത്താവ് നേരെ ഇങ്ങോട്ട് തന്നെ കേരളത്തിലേക്കാണ് അയച്ചത്. കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ വടക്കേണ്ടിയിലായിരുന്നു. പക്ഷേ വീണ്ടും കർത്താവ് ഇങ്ങോട്ട് തന്നെ അയച്ചു. സ്വതന്ത്രം ആ കുഞ്ഞിന് കൈ പിടിച്ചാൽ കുഞ്ഞതിന് കുടഞ്ഞു കളയും. ഇവിടെ തൃശ്ശൂർ ഉപയോഗിക്കുന്ന ഭാഷയാണോ? കുടയാ. മലയാളം ഭാഷയാണ്, പക്ഷെ നമുക്ക് ശൈലികളുണ്ടല്ലോ. സ്വതന്ത്രം ആൻറ്റിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. ആ കുഞ്ഞ് കുടയും. കാരണം കുഞ്ഞിൻ്റെ 2-3 വയസ്സ് 4 വയസ്സിൽ കുഞ്ഞിൻ്റെ അവന് ചിന്തയിൽ പപ്പ എൻ്റെ കൈ പിടിക്കേണ്ട, എനിക്ക് നടക്കാൻ അറിയാം. പക്ഷെ അവന് കഴിവില്ലാതെ നമുക്ക് അറിയാം. സ്തോത്രം. മോശ പറയുന്ന ഒരു പിതാവ് തൻ്റെ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് നടത്തുന്ന പോലെ ദുർഘടങ്ങൾ നിറഞ്ഞ, ആപത്ത് നിറഞ്ഞ, അല്ല മരണം നിറഞ്ഞ ഈ ലോകത്തിൽ സർവശക്തനായ ദൈവം നമ്മെ മാത്രമല്ല ആ 40 ലക്ഷം ജനത്തെയും. അതിൻ്റെ ഒന്ന് വായിച്ചേ. നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം. എവിടെ ഈ സ്ഥലം? സ്വസ്ഥതയുള്ള നാട്, സമാധാനമുള്ള നാട്. ഇവിടെയല്ല സ്വർഗത്തിൽ. പക്ഷെ എന്നാൽ ഇവിടെ നമ്മളെ ആക്കി വെച്ച സാധനങ്ങൾ കർത്താവ് സ്വസ്ഥത നൽകുന്നുണ്ട്. വായിച്ചോ. നിങ്ങൾ കണ്ടു, നിങ്ങളുടെ ദൈവം നിങ്ങളെ വഹിക്കും. നിങ്ങൾ കണ്ടു, വേറെ ആരുമല്ല, വേറെ ആരും പറഞ്ഞതല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കണ്ടു, നിങ്ങൾ അനുഭവിച്ചു, ദൈവം നിങ്ങളെ വിടുവിച്ച വിധങ്ങൾ. എല്ലാ ദിവസവും മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാ ദിവസവും മരിച്ചവരെ ഉയർപ്പിച്ചില്ല. പഴയ നിയമത്തിലായിക്കോട്ടെ പുതിയ നിയമത്തിലായിക്കോട്ടെ, എല്ലാ ദിവസവും മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാ ദിവസവും മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ല. യേശു ചെയ്തിട്ടില്ല, പഴയ നിയമത്തിൽ ദൈവം ചെയ്തിട്ടില്ല, പിന്നെ ശിഷ്യന്മാരും ചെയ്തിട്ടില്ല. ആവശ്യം പോലെ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്നും ഒരു ഉയർപ്പുണ്ടായിട്ടില്ല. എന്നാൽ വിശ്വാസം വന്ന സഭയിൽ അയക്കുന്ന നമ്മളെ, അല്ലെങ്കിൽ ദൈവമക്കളെ യേശു ക്രിസ്തു എന്നും നമ്മളെ മരണത്തിന് പിടിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ഇന്ന് വൈകിട്ടും നിങ്ങൾ കുളിച്ച് ഇറങ്ങിയപ്പോൾ വഴുതി വീടായിരുന്നു, അല്ല വണ്ടി ഓടിച്ച് വന്നപ്പോൾ വണ്ടി ഇടിക്കുകയായിരുന്നു. സ്തോത്രം. പല കാര്യം നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഇങ്ങോട്ട് വന്ന് ഇടിക്കുന്ന അനുഭവമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഇടിക്കുന്നത്. അതിലെല്ലാം കർത്താവ് അപ്പം മരണത്തിൻ്റെ
വായിൽ നിന്ന് കർത്താവ് വിടുവിച്ച്, സിംഹത്തിന് വായിൽ നിന്ന് ദാവീദിനെ മാത്രമല്ല സ്വത്രം, അത് ദാനിയേലിനെ മാത്രമല്ല, പൗലോസിന് മാത്രമല്ല, സർവശക്തനായ ദൈവം ഇന്ന് സന്ധ്യാസമയം ഇവിടെ ഇരിക്കുന്ന ഹാളിൽ ഇരിക്കുന്ന ഓരോരുത്തരെയും അതേ സിംഹത്തിൻ്റെ വായിൽ നിന്ന്, മരണത്തിൻ്റെ വായിൽ നിന്ന് വിടുവിച്ചിട്ടാണ് ഈ പായൽ ഇരുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ആ ദൈവം പറയാണ്, ഇന്നയോളം നിങ്ങൾ കണ്ടു ഞാൻ നിങ്ങളെ വിടുവിച്ച വിധങ്ങൾ. സ്തോത്രം. മടങ്ങി വരാം കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ. അപ്പം മനസ്സലിവോട് പിതാവിനെയാണ് നമ്മൾ സേവിക്കുന്നത്, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവൻ മനസ്സലിവോട് പിതാവ് മാത്രമല്ല, സർവ്വ ആശ്വാസത്തിന് ദൈവം. പനിയിൽ നിന്ന് മാത്രം പിടിപ്പിക്കുകയല്ല, ക്യാൻസറിൽ നിന്ന് പിടിപ്പിക്കുന്ന ദൈവം, മരണത്തിൽ നിന്ന് പിടിപ്പിക്കുന്ന ദൈവം, അത് കടപ്പാടത്തിൽ നിന്ന് പിടിപ്പിക്കുന്ന സർവ്വ ആശ്വാസം നൽകുന്ന ദൈവം. ഈ വിടുതൽ എന്ന് പറയുമ്പോഴേ സ്വത്രം, ആ വിടുവിക്കുന്ന അനുഭവം മാത്രമല്ല, അതിലുപരിയായി ഞാൻ എൻ്റെ ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക, രോഗിയാണ്, പക്ഷെ ദൈവം ഒരു ആശ്വാസം തരും. അത് എത്ര വേദന ഉണ്ടെങ്കിലും ആശ്വാസം തന്ന വേദന മാറിയ പോരെ. മുഴയുണ്ട്, പക്ഷെ മുഴ മാറിയിട്ടില്ല. അല്ലെങ്കിൽ മുഴയുണ്ട്, മുഴ മാറിയിട്ടില്ല. ക്യാൻസർ ഉണ്ട്, ക്യാൻസർ മാറിയപ്പോൾ ക്യാൻസറിൻ്റെ വേദന, അതാണ് ആശ്വാസം നൽകുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. താഴെ പറയുന്നത് ഈ ആശ്വാസം പ്രാപിച്ചിട്ടോ സഭയിൽ വന്ന് സാക്ഷ്യം പറയാൻ മാത്രമല്ല, പിന്നെയോ അത് ഇറങ്ങിച്ചെന്ന് അവിശ്വാസികളോട്, ജാതികളോട് യേശുക്രിസ്തു എന്നെ സൗഖ്യമാക്കി, യേശുക്രിസ്തു എനിക്ക് ആരോഗ്യം തന്നു എന്ന് അവരോട് ഒരു വാക്ക് പറയാൻ വേണ്ടിയാണ് ഈ ആശ്വാസം തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്ന ആശ്വാസങ്ങൾ, അല്ലെങ്കിൽ പണം, അതേ ഒരു ഇടയനായ ആട്ടിടയനായ ദാവീദിനെ രാജാവാക്കിയത് ദാവീദ് രാജാവ് മിണ്ടാതിരുന്നില്ല. ആ ഇസ്രായേൽ മക്കളിൽ അന്ന് ജനിച്ച സമയങ്ങളിൽ ദാവീദിനെ പോലെ മറ്റനേക ആയിരക്കണക്കിന് ദാവീദ്മാരുണ്ടായിരുന്നു. പക്ഷേ ഈ ഏക ദാവീദിനെയാണ് ദൈവം ഉയർത്തിയത്. അത് എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ചെയ്തു. എന്നാൽ മറുവശത്ത് സ്തോത്രം, പൗലോസ് നോക്കുമ്പോൾ അതേ സകല ഒരു രാജാവിനെ പോലെ ജീവിച്ച പൗലോസ് തന്നെ താഴ്ത്തി, നിലത്തോളം ദൈവം താഴ്ത്തി, ഒന്നുമില്ലാത്തവനാക്കി. സ്തോത്രം. പൗലോസ് പറഞ്ഞു, ഞാൻ ശീലിച്ചു, ഞാൻ ധനികനായി ജീവിക്കാൻ ഞാൻ ശീലിച്ചു, ഞാൻ പാവപ്പെട്ടവനാണെങ്കിൽ ദരിദ്രനായി ജീവിക്കാൻ ഞാൻ ശീലിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് ചെയ്ത പ്രവർത്തിക്ക് എല്ലാത്തിനും ഉദ്ദേശം ഉണ്ട്. ഇവിടെ പറയുന്നത് അപ്പോൾ സർവ്വ ആശ്വാസം ദാവീദ് എന്ന് പറയാനുള്ള എന്നെ, ആ രാജാവായ ദാവീദ് തന്നെ എത്രയോ വർഷങ്ങൾ താൻ സുഖമില്ലാതെ ഇരുന്നു. അതുകൊണ്ട് തന്നെ ആത്മാവിൽ പാടിയിട്ടുണ്ട്, സംഗീതങ്ങൾ പാടിയിട്ടുണ്ട്. സ്തോത്രം. തന്നെ അതേ കീറുന്ന തൻ്റെ ശരീരത്തിൽ അത് വേദന അനുഭവിക്കുന്ന അനുഭവത്തിൽ താൻ പാടിയിട്ടുണ്ട്, ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. മാത്രമല്ല ഭാര്യ, സംശയിക്കുന്ന ഒരു ഭാര്യ, സ്തോത്രം, തന്നെ വിട്ടേച്ചു പോയൊരു ഭാര്യ, മാത്രം താൻ ഏറ്റവും സ്നേഹിച്ച ഏറ്റവും മൂത്തമോൻ അബ്ശാലോം തന്നെ കൊല്ലുവാൻ, അതെ കൊന്നിട്ട് അവൻ രാജാവായി വാഴുവാൻ അവൻ വർഷങ്ങളോളം ഈ പിതാവ് ദാവീദിൻ്റെ പുറകെ നടന്ന സമയങ്ങൾ, താൻ ഏത് ജനത്തെ വിടുവിച്ചോ ആ ജനം തനിക്ക് എതിരായി തീർന്ന അനുഭവങ്ങൾ ദാവീദിനുണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെല്ലാം അതെ ദാവീദ് എന്ന് പറയാനുള്ള ഞാൻ ഒരു സാധാ മനുഷ്യനാണ്. ദൈവത്തിൻ്റെ അത് അഭിഷേകം വന്നപ്പോൾ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി, ദൈവിക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു? ആട്ടിടന എന്നെ രാജാവാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നാം ഇന്ന് ആരാ? ദൈവത്തിൻ്റെ രാജാക്കന്മാരാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം അവൻ്റെ രാജ്യവും രാജാക്കന്മാരാകുന്നു. എന്തുകൊണ്ട്? രാജാവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. രാജാവിൻ്റെ ആ സ്തോത്രം, ഹല്ലേലൂയ, സ്വർഗ്ഗരാജ്യം നാം അനുഭവിക്കുന്നുണ്ട്. രാജാവിൻ്റെ രാജ്യത്തിലുള്ള സമാധാനം, സന്തോഷം നാം ഇന്ന് ഇവിടെ അനുഭവിക്കുന്നതുകൊണ്ടാണ് നാം രാജാക്കന്മാർ. സ്തോത്രം. അപ്പോൾ പൗലോസ് പറയുന്നത് മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസം ദൈവം. നാം പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ അതേ പറഞ്ഞല്ലോ, ഹല്ലേലൂയ. നാം അവസാനമായി പ്രാർത്ഥിച്ചപ്പോൾ തടവാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തടവാർക്കുള്ള പ്രാർത്ഥന അത് തുടർന്നോണ്ടും ഒരു മനഃപൂർവ്വം വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കേണ്ട വിഷയമല്ല. എനിക്കറിയാം നിങ്ങൾ ചെയ്യുന്നുണ്ട് കൂടുതലായി ചെയ്യുവാൻ. അതിന് ഒരു വാക്യം, എബ്രായ ലേഖനം 13-ാം അധ്യായം 2-ാം വാക്യം. എബ്രായ 13:2. പൗലോസ് വീണ്ടും എബ്രായ സഭയ്ക്ക് എഴുതുമ്പോൾ പൗലോസ് പറയാണ് പ്രാർത്ഥനാ വിഷയമാണ്. ഞങ്ങൾ മുഴുവൻ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന സമയങ്ങളൊക്കെ ഇങ്ങനെ ഒത്തിരി വാക്യങ്ങൾ ഞാൻ ദൈവാത്മാ തന്ന് ഞാൻ വാക്യങ്ങൾ തന്ന് ആ വാക്യം പറഞ്ഞ് എല്ലാവർക്കും അത് ഉദ്ധരിച്ച് പ്രാർത്ഥിപ്പാൻ കഴിവില്ല. അപ്പോൾ വായിപ്പിക്കും. ഞാൻ വെറുതെ ഇത് ഓടിച്ച് കാണാപ്പാടെ പഠിച്ച് ഞാൻ പ്രസംഗ സ്റ്റൈലിൽ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനാണെങ്കിലും വേറെ ദേവദാസന്മാരാണെങ്കിൽ അത് മനസ്സിലാക്കിയവർ ചെയ്യാൻ ഞങ്ങളെ വായിപ്പിക്കും. വായിച്ചിട്ട് ആ വാക്യം വായിച്ച് അതിന് അർത്ഥം മനസ്സിലാക്കിയാണ് പിന്നെ ആ വാക്യം വെച്ച് പ്രാർത്ഥിക്കുന്നത്. പൗലോസ് പറയുന്നത് നിങ്ങൾ തടവുകാർ എന്ന പോലെ. അപ്പം നിങ്ങൾ തടവുകാരായിട്ടില്ല.
പക്ഷെ നിങ്ങൾ തടവുകാർ എന്ന പോലെ നാം മണിപ്പൂരിൽ ആയിരിക്കുന്നു എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, വെറുതെ ഒരു പ്രാർത്ഥനയല്ല. ആ വീഡിയോ കണ്ടിട്ടുള്ള ഒരു വേദന കൊണ്ടല്ല, സഹതാപം കൊണ്ടല്ല, പിന്നെന്താ, ആത്മാവിൽ അവർ മരിച്ചത് എല്ലാവരും പെന്തക്കോസ്തുകാരും അല്ല. പിന്നെന്താ, ഒറ്റ ഒരു കാരണം, ക്രിസ്തുവിനെ പിൻപറ്റുന്നുണ്ട്. യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവോ ആന്ന് പറഞ്ഞാൽ പിന്നെ അടിയാ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം സഭയിൽ പോയപ്പോൾ അവിടെ ഒരു അച്ചായൻ ഭയങ്കര ശോഭിതനായി. കാരണം ആ വിഷയം, മണിപ്പൂരിൻ്റെ വിഷയം പാസ്റ്റർ അവരെ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചില്ല, മറന്നുപോയി. ഒത്തിരി വിഷയങ്ങളുണ്ടായിരുന്നു, അപ്പോൾ ആ കാര്യം മറന്നുപോയി. അത് ഒന്നല്ല 2 ദിവസമായിട്ട് വിഷയമേ പ്രാർത്ഥിക്കുന്നില്ല. 2ാമത്തെ ദിവസം വൈകിട്ടായപ്പോഴത്തേക്കും അച്ചായൻ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒച്ചപ്പാടും പോകണം. എന്താണ്, നിങ്ങൾക്ക് ആർക്കും, അത് 4 പാസ്റ്റർമാരുണ്ടാവും ഇരിക്കുമ്പോഴാണ് താൻ ഈ സംസാരം പറയുന്നത്. നിങ്ങൾക്കാർക്കും സുബോധമില്ലേ, വേദനയില്ല, മണിപ്പൂരിലെ ആൾക്കാർ മരിക്കുന്നു, എന്നിട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വിഷയം പറയാൻ പോലും ആരുമില്ല, മറ്റുള്ള വിഷയങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. സ്തോത്രം. കഴിവുള്ള, നല്ല വർഷങ്ങളായി പെന്തക്കോസ്തുള്ള ഒരു സഹോദരനാണ്. ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന കാര്യം, ഇങ്ങനെയുള്ള വചനങ്ങൾ വായിക്കാത്തതുകൊണ്ട്, അങ്ങനെയുള്ള വിഷയം പ്രാർത്ഥിക്കാത്തതുകൊണ്ട്. സ്തോത്രം. അവിടെ പറഞ്ഞു. പക്ഷേ വേറൊരു സഭയിൽ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, അതേ കോവിഡിൻ്റെ സമയത്ത് അത് ISIS അവർ പിടിച്ചുകൊണ്ടുപോയി ചില മുസ്ലിങ്ങളെ, ഇവിടെ പാകിസ്ഥാനിലുള്ള മുസ്ലിം കുടുംബത്തെ. അതിൽ 4 മക്കളുണ്ടായിരുന്നു. 4ാമത്തെ കൊച്ച്, ഏറ്റവും ചെറിയ കൊച്ച് 4 വയസ്സുള്ള കുഞ്ഞ്. പാസ്റ്ററൊന്നുമല്ല, സാധാ വിശ്വാസിയായിരുന്നു. ISIS ഭീകരപ്രവർത്തകർ അവർ 4 മക്കളും അപ്പനും അമ്മയും 6 പേരും നിർത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ പുസ്തകം ബൈബിൾ താഴെ വെച്ചിട്ട് പറഞ്ഞു, ഒന്നെങ്കിൽ ചവിട്ടണം അല്ലെങ്കിൽ തുപ്പണം, അല്ലെങ്കിൽ പറഞ്ഞു ഞങ്ങൾ യേശുവിനെ തള്ളി പറയുന്നു, ഇതൊന്നും ചെയ്യത്തില്ല എന്ന് അപ്പനും പറഞ്ഞു, അമ്മയും പറഞ്ഞു. അപ്പോൾ കുഞ്ഞുങ്ങൾ ഓരോന്നോരോന്നായി പറയാൻ തുടങ്ങി. അവരും പറഞ്ഞു, 4 വയസ്സിലെ കുഞ്ഞ് പറഞ്ഞു, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. സ്തോത്രം. അപ്പനമ്മയെ പേടിപ്പിക്കാൻ വേണ്ടി, സ്തോത്രം, പേടിപ്പിക്കാൻ തന്നെ അവർക്ക് കുഞ്ഞുങ്ങളുടെ മരണം കണ്ടാൽ അവർക്ക് മനമാറ്റം ഉണ്ടാവുമെന്ന് അത് തോന്നലുകൊണ്ട് എന്ത് ചെയ്ത്, ആദ്യം അവർ മുമ്പിൽ വെച്ച് കുഞ്ഞിനെ വെട്ടിക്കളഞ്ഞു. അനക്കം ഉണ്ടായില്ല. അത് രണ്ടാമത്തെ താഴ്ന്ന് 2ാമത്തെ വെട്ടി, 3ാമത്തെ കൊന്നു, 4ാമത്തെ കൊന്നു. അവർ വേണ്ടിയില്ല. മുസ്ലിങ്ങളായിരുന്നു, യേശുവിനെ അറിഞ്ഞു. പക്ഷെ അറിഞ്ഞപ്പോൾ എന്താണ്, മരണം വരെ വിശ്വസ്തരായിരുന്നു. നിങ്ങളെൻ്റെ സാക്ഷികൾ ആകും. ആ വീഡിയോ അന്ന് നമുക്കെല്ലാവർക്കും ലഭിച്ചിരുന്നു. സ്തോത്രം. അപ്പോൾ കർത്താവ് അവിടെ പൗലോസ് പറഞ്ഞ, തടവുകാരെ എന്ന പോലെ തടവുകാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. അതെ, നിങ്ങൾ രോഗികളാകുന്നു എന്ന്, ശരീരത്തിൽ നിങ്ങൾ അതേ വേദന അനുഭവിക്കുന്നു എന്ന പോലെ നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എന്താണ്, ഒരു സദ്വർത്തമാനമുണ്ട്. ആ അധ്യായം ആരംഭിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വിഷയം പറഞ്ഞ ദൈവദാസൻ അതേ അധ്യായം കഴിയേണ്ട മുമ്പേ തന്നെ അതിനൊരു മറുപടി പറയാണ്. വായിക്കാൻ അതിൻ്റെ 23ാം വാക്യം. പ്രൈസ് മതി. തടവുകാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ ആ അധ്യായം കഴിയും മുമ്പേ എന്തു പറയാണ്, തടവുകാരനായ തീമോത്തിയോസ്, നമ്മുടെ ദൈവദാസൻ, നമ്മുടെ സഹോദരൻ, അവൻ വിടുവിക്കപ്പെട്ടുന്ന കാര്യം നിങ്ങൾ അറിയണം. സ്തോത്രം. പലരും ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും ദൈവം വിടുവിച്ചില്ല. എന്നാൽ വിടുവിച്ചവൻ്റെ കാര്യം കൂടി ഉണ്ട്. അപ്പോൾ പ്രാർത്ഥന വ്യർത്ഥം അല്ല. സ്തോത്രം. അതിനോട് ചേർന്ന് ഞാൻ പറയട്ടെ, ഇന്ന് ദേവദാസൻ പാസ്റ്റർ പറഞ്ഞ ആ കാര്യം, അത് അതിനോട് ചേർന്ന് പറഞ്ഞ ആ ദൂതിൽ ദൈവസഭ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് ഒറ്റ നൊടി നേരം കൊണ്ടല്ല അതേ പുറത്തേക്ക് വന്നാണോ, ദൂതൻ കൂടെ ഉണ്ടായിരുന്നു. ദൂതൻ കൈപിടിച്ച് സാവകാശം പത്രോസ് നടക്കുന്ന സ്പീഡിലാണ് പുറത്തേക്ക് 1ാം വാതിലും 2ാം വാതിലും ഒക്കെ കടന്ന് പുറത്തേക്ക് വന്നത്. സ്തോത്രം. അപ്പം സമയമുണ്ട്. എല്ലാ പ്രാർത്ഥന ദൈവം കേൾക്കും. പക്ഷെ പ്രാർത്ഥിച്ച നിമിത്തമായിട്ട് ദൈവം തരുന്ന വിടുതൽ ദൈവത്തിന് ഹിതപ്രകാരമാകുന്നു. ദൈവത്തിന് സമയം, അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി നന്നായി ചെയ്യുന്ന വചനം പോലെ. സ്തോത്രം. പത്രോസിനെ ഇറക്കി വന്നപ്പോൾ പത്രോസ് എങ്ങനെ ഇറങ്ങി വരുന്നു എന്ന് സഭ കണ്ടില്ല. പത്രോസിനെ ആര് വിടുവിച്ചെന്നും സഭ കണ്ടില്ല. പക്ഷേ പത്രോസിന് അതേ പത്രോസ് അനുഭവിച്ച വിടുതൽ അത് പത്രോസിന് അറിയാം. അത് ദൈവം സമയമെടുത്താണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ആത്മാവുകൊണ്ട് ഈ ദിവസം നമ്മളെ അതിനുവേണ്ടി സഹായിക്കുകയും ഉദ്യമിക്കുകയും ചെയ്യട്ടെ. എന്താണ് നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥം അല്ല. ദൈവസന്നിധി നാം പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും അത് ദൈവത്തിൻ്റെ സന്ധിയിൽ ദൈവത്തിൻ്റെ സമയത്ത് കർത്താവ് നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. മാത്രമല്ല ഹല്ലേലൂയ, കർത്താവിൻ്റെ സമയം ഒരു സമയം നിൽക്കും, ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുവശം നാം ഓർപ്പിച്ച വെളിപ്പാട് പുസ്തകം 12ാം അധ്യായത്തിൻ്റെ 12ാം വാക്യം ഒന്നും കൂടി അതേ ഞാൻ ഹല്ലേലൂയ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതേ പിശാചിന് നമ്മുടെ ശത്രുവിന് എന്താണ് ഹല്ലേലൂയ, അവന് അല്പസമയമേ മാത്രമുള്ളൂ എന്ന്
മനസ്സിലാക്കി അവൻ മഹാക്രോധത്തോടെ നിങ്ങൾക്കെതിരായി, നമുക്കെതിരായി, ദൈവസഭയ്ക്കെതിരായി അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സ്വതന്ത്ര ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ വീണ്ടും ആത്മശക്തി ഏറ്റെടുത്ത് മുന്നേറുവാൻ കർത്താവ് സഭയെ സഹായിക്കട്ടെ. ആത്മാവിലെ പ്രാർത്ഥന, സ്വതം അന്യഭാഷയിലെ പ്രാർത്ഥന, അന്യഭാഷയിലെ പാട്ടുകൾ, അതേ അന്യഭാഷ ധ്യാനം, സ്വത്രം അന്യഭാഷ സംസാരിക്കുന്ന പൗലോസ് പറയുന്നു, അവൻ സ്വന്തം മനുഷ്യനോടെയല്ല. വ്യക്തമായ ബൈബിൾ പറയും മനുഷ്യനോടല്ല. അത് അവൻ പോലും മനസ്സിലാക്കുന്നില്ല. ആര് പറയുന്ന ആർക്കും മനസ്സിലാവില്ല, ഞാൻ പറയുന്നത് എനിക്കും അറിയില്ല. പിന്നെ ആരെ മനസ്സിലാക്കുന്ന? എൻ്റെ ആത്മാവും ദൈവത്തിന് ആത്മാവും. പിന്നെ ദൈവത്തിന് വെളിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ദൈവം അത് എനിക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യും. സ്തോത്രം. പക്ഷെ ഞാൻ ആത്മാവിൽ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ എനിക്ക് തന്നെ ഞാൻ ആത്മീയ വർധന വരുത്തുന്നു. ഞാൻ പ്രവചിക്കുമ്പോൾ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. സ്തോത്രം. കർത്തനാത്മാവാണ് ഈ ദിവസം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് മനസ്സറിയ ഒരു പിതാവാണ് ഉള്ളത്. ആ പിതാവിൻ്റെ മക്കളെന്ന് ആഗ്രഹിക്കുന്ന തന്നെ പോലെ ആയിത്തീരുവാൻ യേശു ക്രിസ്തു, പൗലോസ് പറയുന്ന പോലെ സ്തോത്രം, യേശുവിൻ്റെ ആ സ്വഭാവം കണ്ടിട്ട് പൗലോസ് 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത്, നമ്മൾ കർത്തൃമേശയൊക്കെ എപ്പോഴും വായിക്കുന്ന ഭാഗമാണ്. അവിടെ പറയുന്നതാണ്, നിങ്ങൾ അത് എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുക. എല്ലാത്തിനും സ്തോത്രം ചെയ്യുക. എല്ലാവരും സ്തോത്രം ചെയ്യണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, കടയിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കണം, സ്തോത്രം ചെയ്യണം. വണ്ടി ഓരോ തവണ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുകയും വേണം, സ്തോത്രം ചെയ്യുകയും വേണം. സ്തോത്രം. സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ച് ഇറങ്ങണം, സ്കൂളിൽ ചെന്നാൽ പ്രാർത്ഥിക്കണം, മടങ്ങി വരുമ്പോൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, വീട്ടിൽ കയറുമ്പോൾ വീണ്ടും. എളുപ്പകാര്യമല്ല അല്ലേ? എളുപ്പകാര്യമാണ്. അതാണ് ഇടപെടാതെ സ്തോത്രം പറയാൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനും സ്തോത്രം പറയാൻ. ആരെങ്കിലും വന്ന് ചീത്ത പറഞ്ഞോ, സ്തോത്രം പറഞ്ഞോ. ചീത്ത എന്ന് പറഞ്ഞാൽ ചീത്തയോ തെറിയോ എന്താ നമ്മൾ ഇവിടെ ഭാഷയിൽ എന്ത് പറഞ്ഞാലും സ്തോത്രം പറയുവാൻ. ബസ് ടിക്കറ്റ് കൊടുത്തിട്ട് അവൻ ST കൊടുത്തിട്ട് വഴക്ക് പറഞ്ഞോ, വീണ്ടും സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 10 രൂപ കൊടുത്തിട്ട് 15 രൂപ കൊടുത്തിട്ട് 13 രൂപ ടിക്കറ്റിന് 15 രൂപ കൊടുത്തിട്ട് 2 രൂപ തന്നില്ല. കർത്താവ് അവനെ സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, അവൻ ആ 2 രൂപ നിമിത്തം അവൻ രക്ഷ പ്രാപിക്കണം. എൻ്റെ 2 രൂപ ആര് തന്നു? ദൈവം തന്ന എൻ്റെ 2 രൂപ നഷ്ടപ്പെട്ട് അവൻ്റെ കയ്യിൽ, കണ്ടക്ടറിൻ്റെ കയ്യിലിരിക്കുന്ന അവനും ആ ബസ്സിലെ എല്ലാ ജീവനക്കാരും രക്ഷ പ്രാപിക്കണം. രക്ഷ പ്രാപിക്കുമോളെ? രക്ഷ പ്രാപിക്കണം. കാരണം എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നു. സ്തോത്രം. പ്രൈസ് കർത്താവിനാൽപ്പം നമ്മളെ സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അത് സമയം നൽകിയ ദൈവദാസനോടും സഭയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ സ്വന്തം വേലയിൽ പല വിഷയങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതൊന്നുമല്ല എൻ്റെ പ്രാർത്ഥനാ വിഷയം. ഞങ്ങൾ എവിടെ പോയാലും പറയുന്ന ഏക ഒരു കാര്യം, കർത്താവേ സ്തോത്രം, ഞങ്ങൾ അങ്ങനെ വേലയിൽ അയക്കുന്നു, ഭരിക്കുന്ന സമയം വരെ ഈ വേലയിൽ തന്നെ നിലനിൽപ്പാൻ, ഈ കൃപയിൽ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതേ പ്രാർത്ഥന ഇവിടെയും ദൈവസഭയോട് ഞങ്ങൾ ചോദിക്കുകയാണ്. മാത്രമല്ല, പ്രാർത്ഥിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞ് കേട്ടത് അത് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അറിഞ്ഞ വേറൊരു കാര്യം, സ്തോത്രം, ഈ സഭയിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി 1 2 എത്രയോ ചില കുടുംബങ്ങൾ എന്തായാലും പോയിട്ടുണ്ട്, ബീഹാറിൽ പോയിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ആ കുടുംബങ്ങൾ അവിടെ അനുഗ്രഹിക്കപ്പെടുവാനും അവരെ വേല നിമിത്തം ആ ദേശം മാത്രമല്ല ഈ സഭയും അനുഗ്രഹിക്കപ്പെടുവാൻ. കാരണം അവർ എടുത്ത ചുവട് നിസ്സാരമല്ല. ദൈവത്തിന് വേലക്കാരാണ്, പക്ഷെ അതിൽ കഷ്ടത നിറഞ്ഞ ഒരു ജീവിതമാണ്. അതുകൊണ്ട് അവരവിടെ വേല ചെയ്യുമ്പോൾ ആ ദേശം വിടുവിക്കപ്പെടുന്നത് മാത്രമല്ല ഈ സഭയും അവർ നിമിത്തം അനുഗ്രഹിക്കുക തന്നെ പെടും. കർത്താവ് സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കർത്താവിന് വരവ് താമസിച്ചാൽ വീണ്ടും കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. Praise the Lord. ദൈവം നമ്മുടെ കർത്താവ് മനസ്സിലുള്ള ദൈവമാണ്. സ്തോത്രം. നാം തിരുവചനം പരിശോധിക്കുന്ന സമയത്ത് ദൈവം പലയിടങ്ങളിൽ മനസ്സറിഞ്ഞതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെയൊക്കെ ജീവൻ വെച്ചതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പാദങ്ങളിൽ നാം ഉപസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മനസ്സറിയുന്ന ദൈവമാണ്. വീണ്ടോട് പറയുന്നു, അവൻ സർവാശ്വാസവും നൽകുന്ന ദൈവമാണ്. ഞാൻ മനസ്സിലാക്കുന്നു പ്രതിസന്ധികളെ കണ്ടെത്തുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യൻ
തന്റെ മകനെ വഹിക്കുന്നത് പോലെ Praise God. ഇന്ന് രാത്രികാലം ഓരോരുത്തരെ വഹിക്കുവാൻ, നമ്മെ ഓരോരുത്തരെ കാക്കുവാൻ, നമ്മെ ഓരോരുത്തരെ പരിപാലിക്കുവാൻ സ്തോത്രം. നമുക്ക് അതാത് സമയങ്ങളിൽ ആശ്വാസം നൽകി, ബലം നൽകി, ധൈര്യപ്പെടുവാൻ സ്തുതിക്കുന്നു. ദൈവം നമ്മോട് കാണിക്കുന്ന കൃപയ്ക്കായി ഹല്ലേലൂയ. രാത്രികാലം നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. സ്തോത്രം. Praise the Lord. Hallelujah. അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്. സ്തോത്രം. അവൻ മഹാദയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ. കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. Yes. ഇന്ന് രാത്രികാലം പൗലോസ് അപ്പോസ്തലനോടും കൂട്ടരോടും ദൈവം മനസ്സറിഞ്ഞു എങ്കിൽ, സർവാശ്വാസവും നൽകിയെങ്കിൽ, Oh, praise. ഈ രാത്രികാലം നമുക്ക് വേണ്ടി Hallelujah. മനസ്സറിയുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. Amen. Praise the Lord. സ്തോത്രം. ആരും തളർന്നു പോകരുത്, Praise. ആരും ക്ഷീണിച്ചു പോകരുത്, Hallelujah. ആരും അധൈര്യപ്പെട്ടു പോകരുത്, ആരും ബലഹീനരാകരുത്. സ്തോത്രം. ഈ രാത്രികാലം നമ്മെ കണ്ട് Amen. Hallelujah. ദൈവം ഉയരത്തിലുണ്ട്. Amen. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരുത്താതെ, ദൈവനാമം. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താതെ, സമാധാനനാമം. നമ്മുടെ കണ്ണുനീരിന്റെ കാലം Glory to God. നമുക്ക് വേണ്ടി Hallelujah. Amen. Praise the Lord. Praise the Lord. Hallelujah. Oh, hallelujah. എന്റെ ദൈവമേ, Praise. അവിടുന്ന് ഞങ്ങളോട് മനസ്സറിവ് തോന്നണമേ. Oh, Bari അവിടുന്ന് ഞങ്ങൾക്ക് ആശ്വാസം Hallelujah. ഞങ്ങളെ കൈവിടല്ലേ, ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ, ഞങ്ങളെ മറക്കല്ലേ. ഒരമ്മ തന്നെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നതുപോലെ Praise the Lord. ദിവസങ്ങളിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച് Hallelujah. ഞങ്ങളെ മനസ്സറിവ് Glory തോന്നണമേ. to God. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. Praise the Lord. ഞങ്ങളെ കണ്ണീരിൽ കാണണമേ. Hallelujah. ഞങ്ങളുടെ ശബ്ദം കേൾക്കണമേ. Oh, hallelujah. Praise the Lord. Hallelujah. Hallelujah. Amen. Hallelujah. അറിയുന്നവനെ അയ്യോ ഞാൻ ചേർത്ത് പിടിച്ചതുപോലെ ഇന്ന് രാത്രികാലം ചേർത്ത് പിടിച്ചു. സ്തോത്രം. ഒരമ്മ തന്നെ കുഞ്ഞിനോട് പ്രൈസപ്പെട്ടതല്ല കുഞ്ഞിനെ മറക്കുമോ എന്ന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ചോദിക്കുന്നത് പോലെ പ്രൈസ് ദി ലോർഡ് അവൻ നമ്മോട് കരുണ കാണിക്കാതെ Hallelujah. രാത്രികാലം ഈ ഉപവാസം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്യും. Hallelujah. അവൻ നമ്മളെ മനസ്സിലാക്കും. Praise the Lord. അവൻ നമുക്ക് ആശ്വാസം പകരും. Amen. ഇന്ന് രാത്രികാലം മറ്റാർക്ക് ചെയ്യാൻ കഴിയാത്ത ആശ്വാസം തരുവാൻ കഴിവുള്ളത് Yes, Lord. രാത്രികാലം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. രാത്രികാലം നമുക്കത് വിശ്വസിക്കാം, സ്തോത്രം. നമുക്കത് ഏറ്റെടുക്കാം. Hallelujah. പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളിൽ ഏകനായിരിക്കുമ്പോൾ, ഒറ്റക്കായിരിക്കുമ്പോൾ അവർ തന്നോട് മനസ്സിൽ തോന്നണം, അവർ തന്നെ ആശ്വസിപ്പിക്കണം, അവർ തന്നെ ധൈര്യപ്പെടുത്തണം, സഹായിക്കും. അവർ തന്നെ പ്രത്യാശ നൽകണമേ. Yes, Lord. ഈ രാത്രികാലം നമുക്ക് ഒരുമിച്ച് നമ്മെ തന്നെ സമർപ്പിക്കും. കർത്താവിന്റെ കുടുംബത്തെയും തന്റെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാളത്തെ വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തിരുവേശങ്ങളിലോ എല്ലാവരും അത് പാകവാക്കാക്കുവാൻ, എല്ലാവരും നാളത്തെ വിശുദ്ധ ആരാധന സംബന്ധിക്കുവാൻ, ആത്മീയ സന്തോഷങ്ങളുടെ മടങ്ങി പോകുവാൻ ദൈവം ഒരുക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പ്രാർത്ഥിക്കാം. കാരണം എല്ലാവരും ഓർത്തുകൊണ്ടു നമുക്ക് സ്തോത്രം ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ് സെക്രട്ടറി സമയത്ത് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി
ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ ദൈവത്തിന്റെ മനസ്സിലും ആശ്വാസത്തിലും ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും കർത്താവേ ആശ്വാസത്തിന്റെ കാര്യം ഞങ്ങളോട് മനസ്സിലും എല്ലാവരും വേഗമായി സമാധാനപരമായ കർത്താവെ ആരാധിക്കുവാൻ കർത്താവെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളും ഇപ്പോൾ ജനമടങ്ങി പോകുന്നു. അവരുടെ വഴിയാത്രകളിലൂടെ വിശേഷം സംസാരം